പാലക്കാട് തൃത്താലയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരന്റെ ശരീരത്തിലൂടെ വാഹനം കയറ്റിയിറക്കി. SI ശശികുമാറിനെയാണ് വാഹനം ഇടിച്ചിട്ടത്. 19 വയസ്സുകാരനായ അലനാണ് വാഹനം ഓടിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. സംഭവശേഷം ഇയാൾ ഒളിവിലാണ്. ഇന്നലെ രാത്രി ഏകദേശം 10:30-ക്ക് ശേഷമാണ് ഞാങ്ങാട്ടേരി സ്വദേശിയായ അലൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ദേഹത്തോടുകൂടി കാർ ഓടിച്ചു കയറ്റുന്നത്. ഇവിടെ വച്ചാണ് ഈ സംഭവം ഉണ്ടായത്. ഇത് മംഗലം എന്ന് പറയുന്ന ജംഗ്ഷന് സമീപമുള്ള സ്ഥലമാണ്, ഒരു പുഴയോരമാണ്. ഇവിടെ ഒറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കാർ സംശയാസ്പദമായി കണ്ടതോടുകൂടിയാണ് തൃത്താല പോലീസ് അന്വേഷിക്കാൻ എത്തിയത്. കോമ്പിങ്ങിനിടെ CIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ വാഹനം നിർത്തുകയും അലനോട് കാര്യങ്ങൾ തിരക്കാനായി കാറിന് സമീപത്തേക്ക് പോളോ കാറിന് സമീപത്തേക്ക് എത്തുകയും ചെയ്തു. അതിനിടയിൽ വളരെ ധൃതിയിൽ പെട്ടെന്ന് കാർ എടുത്ത് പോകുന്നതിനിടയിലാണ് ശശികുമാറിന്റെ ദേഹത്തുകൂടി കാർ ഇടിച്ച് തെറിപ്പിച്ച് ശശികുമാറിനെ ഇടിച്ച് ശരീരത്തിലൂടെ കയറ്റി പോകുന്നത്. ഇവിടെ നമുക്ക് ഈ മതിൽ പൊളിഞ്ഞു കിടക്കുന്നത് കാണാം. ഇത് ഈ പോളോ കാർ പിന്നിലേക്ക് എടുത്തപ്പോൾ ഇവിടെ ഇടിച്ചതാണ്, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് മനഃപൂർവ്വം ശശികുമാറിന്റെ ശരീരത്തിലൂടെ അലൻ വാഹനം ഇടിപ്പിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അലനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാഹനത്തിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അയാൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അത് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഏകദേശം ഒരു 10 മണി 10:05 കൃത്യ ടൈം. 10:05 സമയത്ത് ഈ മംഗലം എന്ന സ്ഥലത്ത് ഒരു വണ്ടി അസ്വാഭാവികമായിട്ട് പാർക്ക് ചെയ്ത് കണ്ടു. അപ്പോൾ ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് SIയും കൂടെ പോലീസുകാരും ഇറങ്ങിയ വശം തന്നെ വണ്ടി റിവേഴ്സ് എടുത്തു ഇവർ നേരെ വന്നപ്പോൾ ഇവർ ഒഴിഞ്ഞു മാറി. അപ്പോൾ തന്നെ റിവേഴ്സ് എടുക്കലും അപ്പോൾ ഈ കൂടെ പോലീസുകാർ, ഈ അപകടം പറ്റിയ പോലീസുകാരും മറ്റേ പോലീസുകാരും വണ്ടിക്ക് മുമ്പിലേക്ക് വന്നുകൊണ്ട് തന്നെ വണ്ടി ഇവരെ മനഃപൂർവ്വം ഇടിച്ചു കയറുന്ന രീതിയിൽ തന്നെ ഇയാൾ ഇടിച്ച വശം തന്നെ വണ്ടി ഹിറ്റ് ചെയ്തു. ഇയാളുടെ മുഖത്ത് ഹിറ്റ് ചെയ്തു. ഈ പരിക്ക് പറ്റിയ SIയുടെ മുഖത്ത് ഹിറ്റ് ചെയ്തു. അയാൾ വണ്ടിയുടെ അടിയിൽ പെട്ടുപോയി. അങ്ങനെ വണ്ടി നിർത്താതെ പോവുകയാണ് ചെയ്തത്. എങ്ങനെയുണ്ട് ഇപ്പോൾ നിലവിൽ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരാളെ വാഹനത്തിലുണ്ടായിരുന്നുള്ളൂ. ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വാഹനത്തിൽ 2 പേരുണ്ടായിരുന്നു. ആളെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വാഹനത്തിന്റെ RC ഓണർ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ വണ്ടി ഓടിച്ചത് RC ഓണറല്ല, വണ്ടി ഓടിച്ച ആളെ മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം ഒളിവിലാണോ അതോ എങ്ങനെയാണ്? ആൾ ഒളിവിലാണ്. പ്രധാനമായും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. അത് മാത്രവുമല്ല, എന്തിനായിരുന്നു ആ രാത്രി അവരിവിടെ കാർ നിർത്തി, എന്തായിരുന്നു അവർ ചെയ്തിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്.